ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും PSC ടിപ്സ് ആൻഡ് ട്രിക്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. PSC മുൻവർഷങ്ങളിൽ ചോദിച്ച 100 ചോദ്യങ്ങളുമായിട്ടാണ് ഇന്നത്തെ ക്ലാസ് തയ്യാറാക്കിയിട്ടുള്ളത്. നോക്കാം. ഒന്നാമത്തെ ചോദ്യം: ലോകസഭയിലേക്കും സംസ്ഥാന നിയമസഭകളിലേക്കും തിരഞ്ഞെടുപ്പ് നടത്താൻ ഉപയോഗിക്കുന്ന രീതി എന്താണ്? രീതി FPTP സമ്പ്രദായമാണ്. ഫസ്റ്റ് പാസ്റ്റ് ദി പോസ്റ്റ് സിസ്റ്റം എന്ന സമ്പ്രദായം. ലോകസഭയിലേക്കും സംസ്ഥാന നിയമസഭകളിലും തിരഞ്ഞെടുപ്പ് നടത്തുന്ന രീതിയാണ് FPTP സമ്പ്രദായം. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് സുകുമാർ സെൻ. 2025 നിലവിൽ വന്ന വിവരാവകാശ നിയമത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ച സംഘടന ഏതാണ്? മസ്ദൂർ കിസാൻ ശക്തി സംഗതൻ അല്ലെങ്കിൽ MKSS എന്ന സംഘടനയാണ് 2005 നിലവിൽ വന്ന വിവരാവകാശ നിയമത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ച സംഘടന. മിസോ നാഷണൽ ഫണ്ട് അല്ലെങ്കിൽ MNFന്റെ സ്ഥാപകൻ ആരാണ്? ലാൽ ഡെങ്കയാണ് മിസോ നാഷണൽ ഫണ്ടിന്റെ സ്ഥാപകൻ. ഏത് ലക്ഷ്യം കൈവരിക്കാനാണ് 2003 വൈദ്യുതി നിയമം പ്രധാനമായും ലക്ഷ്യമിട്ടത്? ഏത് ലക്ഷ്യം കൈവരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് 2003 വൈദ്യുത നിയമം ലക്ഷ്യമിട്ടിട്ടുള്ളത്? പുനരുപയോഗയോഗ്യമായ ഊർജത്തിൻ്റെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുക എന്നതാണ്. പുനരുപയോഗയോഗ്യമായ ഊർജത്തിൻ്റെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുക. കേശവാനന്ദ ഭാരതി കേസിൽ ചില തത്വങ്ങൾ ഭരണഘടനയുടെ അടിസ്ഥാന പ്രമാണങ്ങളാണെന്ന് സുപ്രീം കോടതി വിധിച്ചിരുന്നു. താഴെ പറയുന്നവയിൽ അടിസ്ഥാന പ്രമാണങ്ങളായി അംഗീകരിക്കപ്പെട്ട തത്വങ്ങൾ ഏതൊക്കെയാണ്? കേശവാനന്ദ ഭാരതി കേസിൽ സുപ്രീം കോടതി അംഗീകരിച്ച അടിസ്ഥാന തത്വങ്ങൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ജനാധിപത്യം, മതേതരത്വം, റിപ്പബ്ലിക്കൻ രീതിയിലുള്ള ഗവൺമെൻറ്, ഇവയെല്ലാം തന്നെ സുപ്രീം കോടതി പരാമർശിച്ചിട്ടുള്ള അടിസ്ഥാന തത്വങ്ങളാണ്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ഇവിടെ ആൻസർ വരുന്നത്, മേൽപ്പറഞ്ഞവയെല്ലാം. അന്റാർട്ടിക്കയിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ ഗവേഷണ കേന്ദ്രം ഏത്? അന്റാർട്ടിക്കയിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ ഗവേഷണ കേന്ദ്രമാണ് മൈത്രി എന്നത്. മൈത്രി. കോമൺ സെൻസ് എന്ന ലഘുലേഖ ഏത് സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടതാണ്? കോമൺ സെൻസ് എന്ന ലഘുലേഖ ഏത് സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടതാണ്? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടതാണ്. ജാലിയൻ വാലാബാഗ് സംഭവത്തിന് കാരണമായ കരിനിയമം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ജാലിയൻ വാലാബാഗ് സംഭവത്തിന് കാരണമായ നിയമം ഏതാണ്? അത് റൗലറ്റ് ആക്ട് ആണ്. അത് തന്നെയാണ് കരിനിയമം എന്നും അറിയപ്പെടുന്നത്. താഴെ പറയുന്നവയിൽ ഏത് നദിയാണ് സിയാച്ചിൻ ഹിമാനിയിൽ നിന്ന് ഉദ്ഭവിക്കുന്നത്? താഴെ പറയുന്നവയിൽ നൂബ്ര നദിയാണ് സിയാച്ചിൻ ഹിമാനിയിൽ നിന്ന് ഉത്ഭവിക്കുന്നത്. നൂബ്ര നദി എവിടെ നിന്ന് ഉത്ഭവിക്കുന്നു? സിയാച്ചിൻ ഹിമാനിയിൽ നിന്ന് ഉത്ഭവിക്കുന്നു. നേതാജി സുഭാഷ് ചന്ദ്രബോസ് വിമാനത്താവളം ഏത് സംസ്ഥാനത്താണ്? നേതാജി സുഭാഷ് ചന്ദ്രബോസ് വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് പശ്ചിമ ബംഗാളിലാണ്. പശ്ചിമ ബംഗാൾ. തിരുവിതാംകൂറിൽ പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കിയ ഭരണാധികാരി ആരാണ്? തിരുവിതാംകൂറിൽ പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കിയ ഭരണാധികാരിയാണ് ഗൗരി പാർവതി ഭായ്. ഭാഷാടിസ്ഥാനത്തിൽ രൂപീകൃതമായ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഭാഷാടിസ്ഥാനത്തിൽ രൂപീകൃതമായ ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ്. താഴെ പറയുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടതാണ് സ്റ്റീരിയോസ്കോപ്പ് എന്നത്? വിദൂര സംവേദനവുമായി ബന്ധപ്പെട്ടതാണ് സ്റ്റീരിയോസ്കോപ്പ്. വിദൂര സംവേദനം. ഇന്ത്യയിൽ കാപ്പി കൃഷി ആദ്യം ആരംഭിച്ച പ്രദേശം ഏതാണ്? ഇന്ത്യയിൽ കാപ്പി കൃഷി ആദ്യം ആരംഭിച്ചിട്ടുള്ളത് ഭൂതാനിലാണ്. ഭൂതാൻ. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ അംഗം ഇവരിൽ ആരായിരുന്നു? ചുവടെ തന്നിട്ടുള്ളവരിൽ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ അംഗമായിരുന്നു KM പണിക്കർ. മൗലികാവകാശ സംരക്ഷണത്തിനായി റിട്ടുകൾ പുറപ്പെടുവിക്കാൻ ഹൈക്കോടതികൾക്ക് അധികാരം നൽകുന്ന ഭരണഘടനാ അനുച്ഛേദം ഏത്? മൗലികാവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായിട്ട് റിട്ടുകൾ പുറപ്പെടുവിക്കാൻ ഹൈക്കോടതികൾക്ക് അധികാരം നൽകുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതാണ്? അത് 226 ആണ്. ഹൈക്കോടതികൾക്കാണ് കേട്ടോ. സുപ്രീം കോടതി ആണെങ്കിൽ ആർട്ടിക്കിൾ 32 വരുള്ളൂ. ഹൈക്കോടതി ആർട്ടിക്കിൾ 226 ആണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ BR അംബേദ്കർ വിശേഷിപ്പിച്ച ഭരണഘടനാ അനുച്ഛേദം ഏതാണ്?
ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ BR അംബേദ്കർ വിശേഷിപ്പിച്ച ഭരണഘടനാ അനുച്ഛേദമാണ് അനുച്ഛേദം 32. താഴെ പറയുന്നവയിൽ കൺകറന്റ് ലിസ്റ്റിൽ പെടുന്ന വിഷയങ്ങൾ ഏതൊക്കെയാണ്? താഴെ പറയുന്നവയിൽ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെയാണ്? വിദ്യാഭ്യാസം കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയമാണ്. അതുപോലെ വനം കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയമാണ്. ജയിൽ എന്നത് സ്റ്റേറ്റ് ലിസ്റ്റിലും ബാങ്കിങ് എന്നത് യൂണിയൻ ലിസ്റ്റിലും ഉൾപ്പെടുന്നു എന്നുകൂടി മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ 1ഉം 3ഉം ആണ് ആൻസർ ആയിട്ട് വരിക. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. 1989 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ സാധുത നൽകണമെന്ന് നിർദ്ദേശിച്ച കമ്മിറ്റി ഏതാണ്? 1989 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ സാധുത നൽകണമെന്ന് നിർദ്ദേശിച്ച കമ്മിറ്റിയാണ് PK തുങ്കൻ കമ്മിറ്റി. കേരളത്തിൽ പ്രാദേശിക കാപ്പി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ? കേരളത്തിൽ പ്രാദേശിക കാപ്പി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ചുണ്ടേലാണ്. മനുഷ്യ ശരീരത്തിൽ വൃക്കകൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണിൻ്റെ പേര് എന്താണ്? മനുഷ്യ ശരീരത്തിൽ വൃക്കകൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണിൻ്റെ പേരാണ് എറിത്രോപോയറ്റിൻ. മാതാപിതാക്കൾ ഇരുവരുമോ അവരിൽ ആരെങ്കിലുമോ നഷ്ടപ്പെട്ട സാമ്പത്തികമായി പരാധീനത അനുഭവിക്കുന്ന കുട്ടികളുടെ ഉന്നമനത്തിനായിട്ട് കേരള സാമൂഹിക സുരക്ഷാ മിഷൻ നടപ്പിലാക്കിയിരിക്കുന്ന സാമ്പത്തിക സഹായ പദ്ധതിയുടെ പേരെന്താണ്? അതാണ് സ്നേഹപൂർവം പദ്ധതി. മാതാപിതാക്കൾ ഇരുവരുമോ അല്ലെങ്കിൽ അവരിൽ ആരെങ്കിലുമോ നഷ്ടപ്പെട്ട സാമ്പത്തികമായി പരാധീനത അനുഭവിക്കുന്ന കുട്ടികളുടെ ഉന്നമനത്തിനായിട്ട് കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ നടപ്പിലാക്കുന്ന സാമ്പത്തിക സഹായ പദ്ധതിയാണ് സ്നേഹപൂർവം പദ്ധതി. താഴെ പറയുന്നവയിൽ വൈറസ് മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ്? താഴെ പറയുന്നവയിൽ വൈറസ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് സാർസ് എന്നത്. സാർസ് ഒരു വൈറസ് രോഗമാണെന്ന് ഓർത്തിരിക്കുക. ആദ്യമായി ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിച്ച യൂറോപ്യൻ രാജ്യം ഏതാണ്? ആദ്യമായി ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിച്ചത് പോർച്ചുഗീസുകാർ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങൾ ഉള്ള ജില്ല ഏതാണ്? കേരളത്തിലെ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങൾ ഉള്ള ജില്ല ഏതാണ്? ഇടുക്കി ജില്ല. ആദ്യമായി മലയാളം നിഘണ്ടു സമാഹരിച്ച് തയ്യാറാക്കിയത് ആര്? ആദ്യമായി മലയാളം നിഘണ്ടു സമാഹരിച്ച് തയ്യാറാക്കിയിട്ടുള്ളത് ഹെർമൻ ഗുണ്ടർട്ട്. ഒന്നാം സ്വാതന്ത്ര്യ സമര കാലത്ത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഗവർണർ ജനറൽ ആരായിരുന്നു? ഒന്നാം സ്വാതന്ത്ര്യ സമര കാലത്ത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഗവർണർ ജനറൽ ആരായിരുന്നു? ഒന്നാം സ്വാതന്ത്ര്യ സമര കാലത്ത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഗവർണർ ജനറൽ ആരായിരുന്നു? ക്യാനിങ് പ്രഭു. ഏറ്റവും കൂടുതൽ സജീവ അഗ്നിപർവ്വതങ്ങളുള്ളത് ഏത് സമുദ്രത്തിലാണ്? ഏറ്റവും കൂടുതൽ സജീവ അഗ്നിപർവ്വതങ്ങളുള്ളത് പസഫിക് സമുദ്രം. ട്രോപ്പോസ്ഫിയറിനെയും സ്ട്രാറ്റോസ്ഫിയറിനെയും വേർതിരിക്കുന്ന അന്തരീക്ഷ പാളി ഏതാണ്? ട്രോപ്പോസ്ഫിയറിൻ്റെയും സ്ട്രാറ്റോസ്ഫിയറിൻ്റെയും മധ്യത്തിലുള്ള അന്തരീക്ഷ പാളിയാണ് ട്രോപ്പോപോസ്. താഴെ പറയുന്ന തുറമുഖങ്ങളിൽ ഏതാണ് ഇന്ത്യയുടെ കിഴക്കൻ തീരത്ത് സ്ഥിതി ചെയ്യുന്നത്? താഴെ പറയുന്ന തുറമുഖങ്ങളിൽ ഇന്ത്യയുടെ കിഴക്കൻ തീരത്ത് സ്ഥിതി ചെയ്യുന്നത് പാരാദ്വീപ്. താഴെ പറയുന്നവയിൽ ആഗോളതാപനത്തിന് കാരണമാകുന്ന മുഖ്യ വാതകം ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡാണ് ആഗോളതാപനത്തിന് കാരണമാകുന്ന മുഖ്യവാതകം. മഹാത്മാഗാന്ധിയുടെ രാഷ്ട്രീയ ആചാര്യൻ ആരായിരുന്നു? മഹാത്മാഗാന്ധിയുടെ രാഷ്ട്രീയ ആചാര്യനായിരുന്നു ഗോപാലകൃഷ്ണ ഗോഖലെ. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ അംഗസംഖ്യ അധ്യക്ഷനും 2 അംഗങ്ങളും. ഗവൺമെന്റിന്റെ സേവനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് ആരിലൂടെയാണ്? ഗവൺമെന്റിന്റെ സേവനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് ഉദ്യോഗസ്ഥ വൃന്ദം. ഇ ഗവേണൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ത്?
ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയുടെ ഭരണരംഗത്തെ ഉപയോഗം എന്നതാണ്. ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയുടെ ഭരണരംഗത്തെ ഉപയോഗം. വോട്ടെടുപ്പ് ആരംഭിക്കുന്നതിന് എത്ര മണിക്കൂർ മുൻപ് പ്രചാരണ പരിപാടികൾ അവസാനിപ്പിക്കണം? 36 മണിക്കൂറാണ് കേട്ടോ. വോട്ടെടുപ്പ് ആരംഭിക്കുന്നതിന് 36 മണിക്കൂർ മുൻപ് പ്രചാരണ പരിപാടികൾ അവസാനിപ്പിക്കണം. വിവരാവകാശ നിയമപ്രകാരം വിവരങ്ങൾ നൽകുന്നതിൽ കാലതാമസമുണ്ടായാൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ ഓരോ ദിവസത്തിനും ഒടുക്കേണ്ട പിഴ എത്ര രൂപയാണ്? 250 രൂപയാണ്. വിവരാവകാശ നിയമപ്രകാരം വിവരങ്ങൾ നൽകുന്നതിൽ കാലതാമസമുണ്ടായാൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ ഓരോ ദിവസത്തിനും 250 രൂപ നിരക്കിൽ പിഴ ഈടാക്കുന്നുണ്ട്. ഇന്ത്യൻ ഭരണഘടനയിലെ സമത്വം എന്ന ആശയം ഏതു രാജ്യത്തെ ഭരണഘടനയിൽ നിന്നും സ്വീകരിച്ചതാണ്? ഇന്ത്യൻ ഭരണഘടനയിലെ സമത്വം എന്ന ആശയം സ്വീകരിച്ചിട്ടുള്ളത് ഫ്രാൻസിൽ നിന്നാണ്. ഫ്രാൻസ്. ഇന്ത്യൻ ഭരണഘടനയിൽ നിർദ്ദേശക തത്വങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നതിൻ്റെ ലക്ഷ്യം എന്താണ്? ഇന്ത്യൻ ഭരണഘടനയിൽ നിർദ്ദേശക തത്വങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നതിൻ്റെ ലക്ഷ്യം എന്നത് ക്ഷേമരാഷ്ട്രം എന്ന ആശയം ഉദ്ദേശിച്ചിട്ടാണ്. ക്ഷേമരാഷ്ട്രം. ഒരു ബിൽ ധനകാര്യ ബില്ലാണോ എന്ന് സാക്ഷ്യപ്പെടുത്തുന്നത് ആര്? ഒരു ബിൽ അത് ധനകാര്യ ബില്ലാണോ എന്ന് സാക്ഷ്യപ്പെടുത്തുന്നത് സ്പീക്കറാണ്. സ്പീക്കർ. പാർലമെന്റ് പാസാക്കുന്ന നിയമങ്ങൾ ഭരണഘടന അനുസരിച്ചുള്ളതാണോ എന്ന് പരിശോധിക്കുന്നതിനുള്ള സംവിധാനം എന്താണ്? പാർലമെന്റ് പാസാക്കുന്ന നിയമങ്ങൾ അത് ഭരണഘടന അനുസരിച്ചുള്ളതാണോ എന്ന് പരിശോധിക്കുന്നതിനുള്ള സംവിധാനമാണ് ജുഡീഷ്യൽ റിവ്യൂ എന്നത്. ജുഡീഷ്യൽ റിവ്യൂ. കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയത്തിൽ കേന്ദ്രവും സംസ്ഥാനവും നിയമം നിർമ്മിച്ചാൽ എന്ത് സംഭവിക്കും? കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയത്തിൽ കേന്ദ്രവും സംസ്ഥാനവും നിയമം നിർമ്മിച്ചാൽ കേന്ദ്ര നിയമം മാത്രം സാധുതയുള്ളതാകും. കേന്ദ്ര നിയമം മാത്രം സാധുതയുള്ളതാകും. താഴെ പറയുന്നവയിൽ പ്രത്യക്ഷ നികുതിയിൽ ഉൾപ്പെടുന്നത് ഏതാണ്? താഴെ പറയുന്നവയിൽ പ്രത്യക്ഷ നികുതിയിൽ ഉൾപ്പെടുന്നതാണ് വരുമാന നികുതി എന്നത്. വരുമാന നികുതി. ഗവൺമെന്റിന്റെ വാർഷിക ധനകാര്യ പ്രസ്താവന അറിയപ്പെടുന്നത് എന്ത് പേരിലാണ്? വാർഷിക ധനകാര്യ പ്രസ്താവനയാണ് ബജറ്റ് എന്നത്. ബജറ്റ്. ഇന്ത്യയുടെ ഒന്നാമത്തെ പഞ്ചവത്സര പദ്ധതി ആരംഭിച്ച വർഷം? ഇന്ത്യയുടെ ഒന്നാമത്തെ പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത് 1951 1951. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം മുംബൈയാണ്. മുംബൈ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി ഏതാണ്? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥിയാണ് സ്റ്റേപ്പിസ് എന്നത്. സ്റ്റേപ്പിസ്. വിറ്റാമിൻ സിയുടെ കുറവ് മൂലമുണ്ടാകുന്ന അപര്യാപ്തത രോഗമാണ് ഏത്? സ്കർവി എന്നത്. വിറ്റാമിൻ സിയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗമാണ് സ്കർവി. അടുത്ത ചോദ്യം. നമ്മുടെ ജീവിതത്തിൽ നിന്ന് പ്രകാശം മറഞ്ഞു പോയിരിക്കുന്നു. എവിടെയും ഇരുട്ടാണ്. ആരുടെ മരണത്തെക്കുറിച്ചാണ് നെഹ്റുവിൻ്റെ ഈ വാക്കുകൾ? നമ്മുടെ ജീവിതത്തിൽ നിന്ന് പ്രകാശം മറഞ്ഞു പോയിരിക്കുന്നു, എവിടെയും ഇരുട്ടാണ് എന്ന് പറഞ്ഞത് നെഹ്റുവാണ്. മഹാത്മാഗാന്ധിയുടെ മരണത്തെക്കുറിച്ചാണ് നെഹ്റു ഇപ്രകാരം പറഞ്ഞത്. ഫ്രഞ്ച് അധിനിവേശ പ്രദേശമായ കാരക്കൽ ഇന്ത്യൻ യൂണിയനിൽ ചേർക്കപ്പെട്ട വർഷം ഏതാണ്? ഫ്രഞ്ച് അധിനിവേശ പ്രദേശമായിരുന്നു ഏത്? കാരക്കൽ എന്നത്. ഇത് ഇന്ത്യൻ യൂണിയനിൽ ചേർക്കപ്പെട്ടത് 1954 1954. ആരുടെ അധ്യക്ഷതയിലാണ് മലബാർ ജില്ലാ കോൺഗ്രസിന്റെ പ്രഥമ സമ്മേളനം പാലക്കാട് വെച്ച് നടന്നത്? മലബാർ ജില്ലാ കോൺഗ്രസിന്റെ പ്രഥമ സമ്മേളനം പാലക്കാട് വെച്ച് നടന്നത് ആനി ബസന്റിന്റെ അധ്യക്ഷതയിലാണ്. ആനി ബസന്റ്. അക്ബറുടെ കാലത്ത് മഹാഭാരത കഥ പൂർണ്ണമായി തയ്യാറാക്കിയ ചിത്രരൂപം ഏതാണ്? അക്ബറുടെ കാലത്ത് മഹാഭാരത കഥ പൂർണ്ണമായി തയ്യാറാക്കിയ ചിത്രരൂപമാണ് രാസ്നാമ എന്നത്. രാസ്നാമ. വിജയനഗര സാമ്രാജ്യത്തിലെ പ്രാദേശിക ഭരണം. വിജയനഗര സാമ്രാജ്യത്തിലെ പ്രാദേശിക ഭരണമാണ് അയ്യങ്കാർ എന്നത്. അയ്യങ്കാർ. മൺസൂൺ കാലത്തിൻ്റെ ആരംഭത്തിലോ അവസാനത്തിലോ അറബിക്കടലിൽ രൂപം കൊള്ളുന്ന പ്രതിഭാസത്തിൻ്റെ പേര്? മൺസൂൺ കാലത്തിൻ്റെ ആരംഭത്തിലോ അവസാനത്തിലോ അറബിക്കടലിൽ രൂപം കൊള്ളുന്ന പ്രതിഭാസമാണ് എന്ത്? ചാകര എന്നത്. ചാകര.
തെളിഞ്ഞ ദിനാന്തരീക്ഷ സ്ഥിതിയിൽ വളരെ ഉയരങ്ങളിൽ നേർത്ത തൂവൽ കെട്ടുകൾ പോലെ കാണപ്പെടുന്ന മേഘരൂപത്തിൻ്റെ പേരെന്താണ്? തെളിഞ്ഞ ദിനാന്തരീക്ഷ സ്ഥിതിയിൽ വളരെ ഉയരങ്ങളിൽ നേർത്ത തൂവൽ കെട്ടുകൾ പോലെ കാണപ്പെടുന്ന മേഘരൂപങ്ങളാണ് സിറസ് മേഘങ്ങൾ. ഉത്തർപ്രദേശിലെ പ്രധാന ആണവോർജ നിലയം ഏതാണ്? ഉത്തർപ്രദേശിലെ പ്രധാന ആണവോർജ നിലയമാണ് നറോറ. അറ്റോർണി ജനറലുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ അല്ലെങ്കിൽ പ്രസ്താവന ഏത്? ഇന്ത്യയിലെ ഒന്നാമത്തെ നിയമ ഓഫീസറാണ് അറ്റോർണി ജനറൽ. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ഇന്ത്യയിലെ ഒന്നാമത്തെ നിയമ ഓഫീസറാണ്. പാർലമെന്റിലെ അംഗമല്ലെങ്കിൽ പോലും പാർലമെന്റിൽ പങ്കെടുക്കാൻ കഴിയും. ഇതും ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. പാർലമെന്റിലെ അംഗമല്ലെങ്കിൽ പോലും പാർലമെന്റിൽ പങ്കെടുക്കാൻ അറ്റോർണി ജനറലിന് കഴിയും. രാഷ്ട്രപതിയാണ് അറ്റോർണി ജനറലിനെ നിയമിക്കുന്നത്. പാർലമെന്റിലെ അംഗമല്ലാത്തതിനാൽ പാർലമെന്റിൽ പങ്കെടുക്കാനുള്ള അവകാശമില്ല. ഇത് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. പങ്കെടുക്കുന്നതിനുള്ള അവകാശമുണ്ട്. 2ഉം 4ഉം തിരിച്ചാണ് കൊടുത്തിട്ടുള്ളത്. ഏതെങ്കിലും ഒന്നേ ശരിയാവുള്ളൂ. ഓക്കെ, അപ്പോൾ പാർലമെന്റിലെ അംഗമല്ലാത്തതിനാൽ പോലും പാർലമെന്റിൽ പങ്കെടുക്കാനായിട്ടുള്ള അവകാശമുണ്ട്. വോട്ട് ചെയ്യാനുള്ള അധികാരമാണ് ഇല്ലാത്തത് കേട്ടോ. അപ്പം 4 മാത്രമാണ് തെറ്റ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഇന്ത്യയുടെ മുഖ്യ മൗലിക അവകാശവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏത്? ഭരണഘടനയുടെ 3-ാം ഭാഗത്താണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ഭരണഘടനയുടെ 3-ാം ഭാഗത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നു, കോടതി നടപടികളിലൂടെ നേടിയെടുക്കാൻ കഴിയും. മൗലിക അവകാശങ്ങൾ കോടതി നടപടിയിലൂടെ നേടിയെടുക്കാൻ കഴിയും. അത് ന്യായവാദാർഹമായതാണ്. ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നും കടമെടുത്തിരിക്കുന്നു. തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ് മൗലിക അവകാശങ്ങൾ കടമെടുത്തിട്ടുള്ളത്. അപ്പോൾ ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് ചോദിച്ചത്. 2ഉം 3ഉം ആണ് ശരിയായിട്ടുള്ള പ്രസ്താവന. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഗാർഹിക പീഡന നിരോധന നിയമം പാസാക്കിയ വർഷം ഏതാണ്? ഗാർഹിക പീഡന നിരോധന നിയമം പാസാക്കിയ വർഷം 2005 ആണ്. 2005. ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏത്? നോക്കാം. ക്യാബിനറ്റ് മിഷൻ പദ്ധതി പ്രകാരമാണ് രൂപം കൊണ്ടത്. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ക്യാബിനറ്റ് മിഷൻ പദ്ധതി പ്രകാരമാണ് രൂപം കൊണ്ടത്. 3 മലയാളി വനിതകൾ പങ്കെടുത്തു. അതും ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. 3 മലയാളി വനിതകൾ പങ്കെടുത്തു. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ഡോക്ടർ BR അംബേദ്കർ ആണ്. ഇവിടെ തെറ്റായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഡോക്ടർ BR അംബേദ്കർ ആണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ. KM മുൻഷി ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ അംഗമായിരുന്നു. ഇതും ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. 3 മാത്രമാണ് തെറ്റ്. KM മുൻഷി ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ ഒരു അംഗമായിരുന്നു. അപ്പോൾ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ 1, 2, 4 എന്നതാണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. വിവരാവകാശവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? വിവരാവകാശവുമായി ബന്ധപ്പെട്ടതാണ്. വിവരാവകാശ നിയമം പാസാക്കുന്നതിൽ MKSS എന്ന സംഘടന വഹിച്ച പങ്ക് വലുതായിരുന്നു. മസ്ദൂർ കിസാൻ ശക്തി സംഗഠൻ എന്ന സംഘടനയാണ് വിവരാവകാശ നിയമം പാസാക്കുന്നതിനായിട്ട് പ്രധാന പങ്ക് വഹിച്ചത്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. വിവരാവകാശ നിയമത്തിൽ ഒപ്പിട്ട രാഷ്ട്രപതി ശ്രീ APJ അബ്ദുൽ കലാം ആയിരുന്നു. അതും ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. അടുത്തത്, MKSS സംഘടനയുടെ പ്രവർത്തന മേഖല രാജസ്ഥാൻ ആയിരുന്നു. ഇതും ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. രാജസ്ഥാൻ അടിസ്ഥാനമായുള്ള സംഘടനയാണ് MKSS എന്നത്. ഈ നിയമം പാസാക്കിയ വർഷം 2005 ആണ്. 2005. 4ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ശരിയായിട്ടുള്ള പ്രസ്താവന 1, 2, 3 എന്നിവയാണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. പ്രാദേശിക ഭരണകൂടങ്ങൾക്ക് ഭരണഘടനാ പദവി നിർദ്ദേശിച്ച കമ്മിറ്റി ഏതാണ്? പ്രാദേശിക ഭരണകൂടങ്ങൾക്ക് ഭരണഘടനാ പദവി നിർദ്ദേശിച്ച കമ്മിറ്റിയാണ് PK തുങ്കൻ കമ്മിറ്റി എന്നത്. PK തുങ്കൻ കമ്മിറ്റി. ഓപ്ഷൻ എ ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ കേട്ടോ. AB രക്തഗ്രൂപ്പുള്ള ഒരു വ്യക്തിക്ക് A രക്തഗ്രൂപ്പുള്ള മറ്റൊരു വ്യക്തിക്ക് രക്തം ദാനം ചെയ്യുവാൻ കഴിയില്ല. കാരണം A രക്തഗ്രൂപ്പുള്ള വ്യക്തിയുടെ ശരീരത്തിൽ ആൻറ്റി-B എന്ന ആൻറ്റിബോഡി ഉൽപ്പാദിപ്പിക്കപ്പെടും എന്നതുകൊണ്ട് AB രക്തഗ്രൂപ്പുള്ള ഒരു വ്യക്തിക്ക് A ഗ്രൂപ്പുള്ള മറ്റൊരു വ്യക്തിക്ക് രക്തം ദാനം ചെയ്യാൻ കഴിയുന്നില്ല. കാരണം A ഗ്രൂപ്പുള്ള വ്യക്തിയുടെ ശരീരത്തിൽ രൂപപ്പെടുന്നത് ആൻറ്റി-B എന്ന ആൻറ്റിബോഡിയാണ്. ഓക്കെ,
കേരളത്തിലെ ആദ്യത്തെ റബ്ബർ പാർക്ക് സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ റബ്ബർ പാർക്ക് ഐരാപുരത്താണ്. ഐരാപുരം. മത്സ്യങ്ങളിലെ ഹൃദയത്തിൻ്റെ അറകളുടെ എണ്ണം എത്രയാണ്? മത്സ്യങ്ങളിലെ ഹൃദയത്തിൻ്റെ അറകളുടെ എണ്ണം എന്നത് 2 ആണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. 2 അറകളാണ് മത്സ്യത്തിൻ്റെ ഹൃദയത്തിനുള്ളത്. ഇന്ത്യയിൽ CDRI ലക്നോ നിർമ്മിച്ച സ്ത്രീകൾക്കായുള്ള ഗർഭനിരോധന ഉപാധി എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? അതാണ് സഹേലി എന്നത്. സഹേലി. ജൈവ വൈവിധ്യ മേഖലകളിൽ ഹോട്ട്സ്പോട്ടുകൾ എന്ന ആശയം രൂപകൽപ്പന ചെയ്ത ശാസ്ത്രജ്ഞൻ ആരാണ്? ജൈവ വൈവിധ്യ മേഖലകളിലെ ഹോട്ട്സ്പോട്ടുകൾ എന്ന ആശയം രൂപകൽപ്പന ചെയ്തത് നോർമൻ മേയർ ആണ്. നോർമൻ മേയർ. ഒരു ചില്ലുപാത്രത്തിലേക്ക് ചൂടുവെള്ളം ഒഴിക്കുമ്പോൾ അത് പൊട്ടിപ്പോവാൻ കാരണം എന്താണ്? ചില്ലുപാത്രത്തിലേക്ക് ചൂടുവെള്ളം ഒഴിക്കുമ്പോൾ അത് പൊട്ടിപ്പോകുന്നു. അതിന് കാരണം ചില്ലുപാത്രത്തിൻ്റെ താപചാലകത കുറവായതുകൊണ്ടാണ്. ചില്ലുപാത്രത്തിൻ്റെ താപചാലകത കുറവായതിനാൽ. ഹൈഡ്രജൻ സ്പെക്ട്രത്തിൻ്റെ ഏത് ശ്രേണിയാണ് ദൃശ്യപ്രകാശത്തിൻ്റെ തരംഗദൈർഘ്യത്തിൻ്റെ പരിധിയിൽ വരുന്നത്? ഹൈഡ്രജൻ സ്പെക്ട്രത്തിൻ്റെ ബാൽമർ ശ്രേണിയാണ് ദൃശ്യപ്രകാശത്തിൻ്റെ തരംഗദൈർഘ്യത്തിൻ്റെ പരിധിയിൽ വരുന്നത്. ബാൽമർ ശ്രേണി. 30 മീറ്റർ ഉയരമുള്ള ഒരു കെട്ടിടത്തിൽ നിന്ന് 50 ഗ്രാം ഭാരമുള്ള കല്ല് താഴെ എത്തുമ്പോൾ അതിൻ്റെ പ്രവേഗം ഏകദേശം എത്രയായിരിക്കും? 24.25 മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും. കാലിയം എന്നത് ഏത് മൂലകത്തിൻ്റെ ലാറ്റിൻ നാമമാണ്? കാലിയം എന്നത് പൊട്ടാസ്യത്തിൻ്റെ ലാറ്റിൻ നാമമാണ്. കെ എന്ന് പ്രതീകമുള്ളതാണ് പൊട്ടാസ്യം. കെ എന്നത് കാലിയമാണെന്ന് ഓർത്തിരിക്കുക. ഖരപദാർത്ഥങ്ങളെ ചൂടാക്കി നേരിട്ട് വാതകമാക്കി മാറ്റുന്ന പ്രക്രിയയാണ് എന്ത് പേരിൽ അറിയപ്പെടുന്നത്? ഉത്പതനം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഖരപദാർത്ഥങ്ങളെ ചൂടാക്കി നേരിട്ട് വാതകമാക്കി മാറ്റുന്ന പ്രക്രിയയാണ് ഉത്പതനം. ഭാഷാ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായി രൂപീകരിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ആരായിരുന്നു? സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ഫസൽ അലി ആയിരുന്നു. ഫസൽ അലി. ഇന്ത്യയിലെ ഏറ്റവും വലിയ ധാതു അധിഷ്ഠിത വ്യവസായം ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ ധാതു അധിഷ്ഠിത വ്യവസായമാണ് ഇരുമ്പുരുക്ക് വ്യവസായം. ഇരുമ്പുരുക്ക് വ്യവസായം. ബ്രിട്ടീഷ് രേഖകളിൽ കൊട്യോട്ട് രാജ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഭരണാധികാരി ആരാണ്? കൊട്യോട്ട് രാജ എന്നും പൈച്ചി രാജ എന്നും അറിയപ്പെടുന്നത് പഴശ്ശിരാജയാണ്. പഴശ്ശിരാജ. ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ ജലപാത ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ ജലപാതയാണ് അലഹബാദ് ഹാൽഡിയ എന്നത്. അലഹബാദ് ഹാൽഡിയ. സ്വരാജ് പാർട്ടിക്ക് രൂപം നൽകിയവർ ആരെല്ലാം? സ്വരാജ് പാർട്ടിക്ക് രൂപം നൽകിയവരാണ് CR ദാസും മോത്തിലാൽ നെഹ്റുവും. CR ദാസും മോത്തിലാൽ നെഹ്റുവും. ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ ആകെ വിസ്തൃതി എത്രയാണ്? ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ ആകെ വിസ്തൃതിയാണ് 73.4 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ. 73.4 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ. അഗ്നിപുത്രി എന്ന് വിശേഷിപ്പിക്കുന്ന ഭാരതീയ വനിത ആര്? അഗ്നിപുത്രി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഭാരതീയ വനിതയാണ് ടെസി തോമസ്. ടെസി തോമസ്. കേരളത്തിൻ്റെ ഭാഗമല്ലാത്ത ഭൂപ്രകൃതി വിഭാഗം ഏതാണ്? കേരളത്തിൻ്റെ ഭാഗമല്ലാത്ത ഭൂപ്രകൃതി വിഭാഗമാണ് മരുപ്രദേശം. മരുപ്രദേശം. ചേരിചേരാ പ്രസ്ഥാനം രൂപവൽക്കരിക്കാൻ തീരുമാനിച്ച സമ്മേളനം. ചേരിചേരാ പ്രസ്ഥാനം രൂപവൽക്കരിക്കുന്നതിനായി തീരുമാനിച്ച സമ്മേളനമാണ് ബാന്തുങ് സമ്മേളനം. ബാന്തുങ് സമ്മേളനം. അടുത്ത ചോദ്യം. കാർഷിക കാലങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള വിളകൾ താഴെ തന്നിരിക്കുന്നു. മുകളിൽ തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡികൾ ഏതൊക്കെയാണ്? ഖാരിഫ് നെല്ല്. നെല്ല് ഒരു ഖാരിഫ് വിളയാണ്. പരുത്തി ഒരു ഖാരിഫ് വിളയാണ്. റാബി അല്ല. അപ്പോൾ രണ്ടാമത്തെ ഓപ്ഷൻ തെറ്റാണ്. പരുത്തി എന്നത് ഒരു ഖാരിഫ് വിളയാണ്. സെയ്ദ് പഴവർഗ്ഗങ്ങൾ സെയ്ദ് വിളയായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ 1ഉം 3ഉം ആണ് കറക്റ്റായിട്ടുള്ളത്. ഓപ്ഷൻ സി ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. താഴെ തന്നിട്ടുള്ളവയിൽ വാണിജ്യ ബാങ്കുകളുടെ ധർമ്മങ്ങളിൽ ഉൾപ്പെടുന്നത് ഏതാണ്? വാണിജ്യ ബാങ്കുകളുടെ ധർമ്മങ്ങളിൽ ഉൾപ്പെടുന്നതാണ് നിക്ഷേപങ്ങൾ സ്വീകരിക്കുക എന്നത്. നിക്ഷേപങ്ങൾ സ്വീകരിക്കുക. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡി ഏതൊക്കെയാണ്? ഭിലായി ഛത്തീസ്ഗഡിലാണ്.
റൂർക്കേല ഒഡീഷയിലുമാണ്. റൂർക്കേല ഒഡീഷ, ഭിലായി എന്നത് ഛത്തീസ്ഗഡാണ്. അപ്പോൾ 1ഉം 2ഉം തെറ്റാണ്. ദുർഗാപൂർ പശ്ചിമ ബംഗാളാണ്. മൂന്നാമത്തേത് ശരിയാണ്. ബൊക്കാറോ ഝാർഖണ്ഡുമാണ്. ഇതും കറക്റ്റാണ്. ദുർഗാപൂർ പശ്ചിമ ബംഗാൾ, ബൊക്കാറോ ഝാർഖണ്ഡ്, ഭിലായി ഛത്തീസ്ഗഡ്, റൂർക്കേല ഒഡീഷ. അപ്പോൾ 3ഉം 4ഉമാണ് ശരിയായിട്ടുള്ളത്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ നിരീക്ഷിക്കുക. ഇന്ത്യയിലെ മുഖ്യ താപോർജ്ജ സ്രോതസ്സാണ് കൽക്കരി എന്നത്. ഇന്ത്യയിലെ മുഖ്യ താപോർജ്ജ സ്രോതസ്സാണ് കൽക്കരി. പ്രധാന വ്യാവസായിക ഇന്ധനമാണ് കൽക്കരി. അതും ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. പ്രധാന വ്യാവസായിക ഇന്ധനമാണ് കൽക്കരി എന്നത്. ബിറ്റുമിനസ് വിഭാഗത്തിൽപ്പെട്ട കൽക്കരിയാണ് ഇന്ത്യയിൽ കൂടുതലായും കാണപ്പെടുന്നത്. ബിറ്റുമിനസ് വിഭാഗത്തിൽപ്പെട്ട കൽക്കരിയാണ് ഇന്ത്യയിൽ കൂടുതലായും കാണപ്പെടുന്നത്. അതും ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. മഹാരാഷ്ട്രയിലെ മുംബൈ ഹൈയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണപ്പാടമാണ് മുംബൈ ഹൈ. അപ്പോൾ 4മത്തെ തെറ്റാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം ജാരിയ. അപ്പോൾ 4മത്തെ എന്തായാലും തെറ്റാണ്. 1, 2, 3 എന്നിവയാണ് ശരിയായിട്ടുള്ളത്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. കേരള ദുരന്ത നിവാരണ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവനകൾ ഏവ? 2005 ദുരന്ത നിവാരണ നിയമപ്രകാരം സ്ഥാപിച്ചു. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. 2005 ദേശീയ ദുരന്ത നിവാരണ നിയമപ്രകാരമാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി സ്ഥാപിക്കുന്നത്. സുരക്ഷായനം എന്നതാണ് ആപ്തവാക്യം. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ മുഖ്യമന്ത്രിയാണ്. ഇതും ശരിയാണ്. ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ മുഖ്യമന്ത്രിയാണ്. 2007 കേരളത്തിലെ ആദ്യത്തെ ദുരന്ത നിവാരണ അതോറിറ്റി നിലവിൽ വന്നത്. 2007 കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നിലവിൽ വന്നത്. അപ്പോൾ ഇത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. തെറ്റായത് 4 മാത്രമാണ്. ഓപ്ഷൻ എ ആണ് ആൻസർ. കേരളത്തിലെ സാമൂഹ്യനീതി വകുപ്പിൻ്റെ കീഴിലുള്ള മന്ദഹാസം പദ്ധതി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മന്ദഹാസം പദ്ധതി എന്നത് കൃത്രിമ ദന്തങ്ങളുടെ പൂർണ്ണ സെറ്റ് സൗജന്യമായി വെച്ചു കൊടുക്കുന്ന പദ്ധതിയാണ്. മന്ദഹാസം പദ്ധതി. കേരളത്തിലെ നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം നിലവിൽ വന്നത് എന്നാണ്. കേരളത്തിലെ നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം നിലവിൽ വന്നത് 2008 ഓഗസ്റ്റ് 11 2008 ഓഗസ്റ്റ് 11. കേരളത്തിലെ നിലവിലുള്ള തൊഴിൽ വകുപ്പ് മന്ത്രി ആരാണ്? കേരളത്തിലെ നിലവിലെ തൊഴിൽ വകുപ്പ് മന്ത്രിയാണ് ശ്രീ വി ശിവൻകുട്ടിയാണ് കേരളത്തിലെ നിലവിലുള്ള തൊഴിൽ വകുപ്പ് മന്ത്രി. ഇന്ത്യൻ ഭരണഘടനാ പ്രകാരം മൗലിക കർത്തവ്യങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏവ? 1976 42 ഭരണഘടനാ ഭേദഗതി പ്രകാരം കൂട്ടിച്ചേർത്തു. മൗലിക കർത്തവ്യങ്ങൾ 1976 42 ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് കൂട്ടിച്ചേർക്കുന്നത്. 1977 ജനുവരി 1 മുതൽ പ്രാബല്യത്തിൽ വന്നു. ഇതും ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. 1977 ജനുവരി 3 മുതൽ പ്രാബല്യത്തിൽ വന്നു. ഭരണഘടനയുടെ ഭാഗം 4A പ്രതിപാദിക്കുന്നു. ഭരണഘടനയുടെ 4A എന്ന ഭാഗത്ത് പ്രതിപാദിക്കുന്നു. ഇതും ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. നിലവിൽ 11 മൗലിക കർത്തവ്യങ്ങളാണുള്ളത്. 11 മൗലിക കർത്തവ്യങ്ങൾ. അപ്പോൾ ഇത് തെറ്റാണ്. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് ചോദിച്ചിട്ടുള്ളത്. 1, 2, 3 ശരി. ഇന്ത്യൻ രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നതിനുള്ള യോഗ്യതകൾ വിവരിക്കുന്ന ഭരണഘടന ആർട്ടിക്കിൾ ഏതാണ്? ഇന്ത്യൻ രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നതിനുള്ള യോഗ്യതകൾ പരാമർശിക്കുന്നത് ആർട്ടിക്കിൾ 58 ആർട്ടിക്കിൾ 58. ദാദ്ര നഗർ ഹവേലി, ദാമൻ ദിയു എന്നീ കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ നിലവിലെ അഡ്മിനിസ്ട്രേറ്റർ ആരാണ്? ദാദ്ര നഗർ ഹവേലി, ദാമൻ ആൻഡ് ദിയു എന്നീ കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ നിലവിലെ അഡ്മിനിസ്ട്രേറ്ററാണ് പ്രഫുൽ പട്ടേലാണ് അഡ്മിനിസ്ട്രേറ്റർ. ഭൂമിയിലെ എല്ലാത്തരം ശിലകളുടെയും പൂർവിക സ്ഥാനം ചുവടെ നൽകിയിരിക്കുന്നവയിൽ ഏതിനാണ്? ഭൂമിയിലെ എല്ലാത്തരം ശിലകളുടെയും പൂർവിക സ്ഥാനം ഇവിടെ നൽകിയിരിക്കുന്നവയിൽ ആഗ്നേയ ശിലകൾക്കാണ്. ആഗ്നേയ ശിലകൾ. കാറ്റിൻ്റെ ചലനത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ തിരഞ്ഞെടുക്കുക. കാറ്റിൻ്റെ ചലനത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്?
മർദ്ദചരിവ് മാനബലം, ഘർഷണബലം, കോറിയോലിസിസ് ബലം, കൊഹിഷൻ ബലം ഇല്ല, കോറിയോലിസിസ് ബലം, ഇവയെല്ലാമാണ് കാറ്റിൻ്റെ ചലനത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ. അപ്പോൾ 9-ൽ 2 മാത്രമാണ് ഇല്ലാത്തത്. 1, 3, 4 എന്നിവ ഉൾപ്പെടുന്നു. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. കൂട്ടത്തിൽ പെടാത്തത് തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ എ ബാരൻ ദ്വീപാണ് ഇവിടെ കൂട്ടത്തിൽ പെടാത്തത്. ബാരൻ ദ്വീപാണ് ആക്റ്റീവ് വോൾക്കാനോ. മറ്റു 3 തന്നെ പോർട്ടുകളാണ്. നെവാഷേവ, പാരദ്വീപ്, ഹാൽഡിയ എന്നിവ പോർട്ടുകളാണ്. ബാരൻ ദ്വീപ് ഒരു ആക്റ്റീവ് വോൾക്കാനോയാണ്. പസഫിക് മഹാസമുദ്രവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ഏറ്റവും ആഴം കൂടിയ സമുദ്രം, അതെ, പസഫിക് സമുദ്രം ഏറ്റവും ആഴം കൂടിയ സമുദ്രമാണ്. എസ് ആകൃതിയിൽ കാണപ്പെടുന്ന സമുദ്രമാണ് അറ്റ്ലാന്റിക് സമുദ്രമാണ് എസ് ആകൃതിയിൽ കാണപ്പെടുന്നത്. ഭൗമോപരിതലത്തിൻ്റെ 1/3 ഭാഗം വിസ്തൃതിയാണ് പസഫിക് സമുദ്രത്തിനുള്ളത് കേട്ടോ. ഏകദേശം 1/3 ഭാഗം വിസ്തൃതിയാണ് പസഫിക് സമുദ്രത്തിനുള്ളത്. അപ്പോൾ 3ാമത്തെ സ്റ്റേറ്റ്മെൻറ്റും തെറ്റാണ്. അനേകായിരം ചെറുതും വലുതുമായ ദ്വീപുകൾ കാണപ്പെടുന്നു. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. പസഫിക് സമുദ്രത്തിൽ അനേകായിരം ചെറുതും വലുതുമായിട്ടുള്ള ദ്വീപുകൾ കാണപ്പെടുന്നു. അപ്പോൾ ശരിയായിട്ടുള്ള പ്രസ്താവന 1ഉം 4ഉമാണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. കിഴക്കൻ മലനിരകളിൽ ഉൾപ്പെടുന്ന കുന്നുകൾ ഏതെല്ലാം? കിഴക്കൻ മലനിരകളിൽ ഉൾപ്പെടുന്ന കുന്നുകളാണ് ഏതൊക്കെ? പത്കായിബും ജയന്തിയ കുന്നുകളും. പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും നമുക്കറിയാം അല്ലേ, രണ്ടും 2 ലൊക്കേഷനാണ്. കിഴക്കൻ മലനിരകളിലല്ല. അപ്പോൾ പത്കായിബും ജയന്തിയ കുന്നുകളുമാണ് കിഴക്കൻ മലനിരകളിൽ ഉൾപ്പെടുന്നത്. 1ഉം 2ഉമാണ്. ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ബാണാസുര സാഗർ ഡാം സ്ഥിതി ചെയ്യുന്നത് വയനാട് ജില്ലയിലാണ്. വില്യം ലോഗൻ കമ്മീഷൻ കേരളത്തിലെ ഒരു കർഷക സമരത്തെക്കുറിച്ച് പഠിക്കുവാൻ നിയോഗിക്കപ്പെട്ടതാണ്. ആ സമരമാണ് ഏത്? മലബാർ കർഷക സമരം. പിന്നോക്ക വിഭാഗ പട്ടിക തയ്യാറാക്കാൻ അതത് സംസ്ഥാനങ്ങൾക്കുള്ള അധികാരം തിരിച്ചു നൽകുന്ന ഭരണഘടനാ ഭേദഗതി ഏതാണ്? അതാണ് 127ാം ഭരണഘടനാ ഭേദഗതി. 127ാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് 127ാം ഭരണഘടനാ ഭേദഗതി ബില്ല് പ്രകാരമാണ് പിന്നോക്ക വിഭാഗ പട്ടിക തയ്യാറാക്കാൻ അതത് സംസ്ഥാനങ്ങൾക്കുള്ള അധികാരം തിരിച്ചു നൽകുന്നത്. അത് പ്രകാരം 105ാം ഭരണഘടനാ ഭേദഗതിയാണ് ഇവിടെ ചോദ്യത്തിൽ ശ്രദ്ധിക്കേണ്ടത്. 127ാം ഭരണഘടനാ ഭേദഗതി ബില്ലാണ്. 105ാം ഭരണഘടനാ ഭേദഗതിയാണ് SCBC അല്ലെങ്കിൽ സോഷ്യലി ആൻഡ് എഡ്യൂക്കേഷണലി ബാക്ക്വേർഡ് ക്ലാസ്സിനെ കുറിച്ച് പരാമർശിക്കുന്നത് കേട്ടോ. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ കൃത്യമായിട്ടുള്ള ആൻസേഴ്സ് പഠിക്കുക, റിവൈസ് ചെയ്യുക, നന്നായി തന്നെ പരീക്ഷ അറ്റൻഡ് ചെയ്യുക. എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.